സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ആണ്. നമ്മളെ നെക്സ്റ്റ് മൊഡ്യൂൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇസ് ചാലഞ്ചിങ്, ക്രിയേറ്റീവ് ആൻഡ് ജസ്റ്റ് പ്ലെയിൻ ഫൺ. അപ്പം നമുക്കൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. കാരണം എന്താ വെച്ചാൽ യൂസേഴ്സ് കുറേ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ റിയാലിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ത്രൂ ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതൊരു ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ളതും അതുപോലെ ക്രിയേറ്റീവ് എന്ന് പറയാം അല്ലേ. കാരണം പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ഇങ്ങനെ സോഫ്റ്റ്വെയർസ് ആയിട്ട് അവൈലബിൾ ആണ്. അങ്ങനെ ക്രിയേറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, in fact, building software is so compelling that many software developers want to jump right in before they have a clear understanding of what is needed. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലതിനൊക്കെ ഭയങ്കര ഡെഡ് ലൈൻ ആയിരിക്കും. അതായത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഇത്ര ടൈമേ ഉള്ളൂ, ഷോർട്ട് ടൈമിലൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രോജക്ട്സും അങ്ങനെയൊക്കെ തരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറ്റുകയെന്ന് കഴിഞ്ഞാൽ ഈ ഡെവലപ്പേഴ്സിന് അത് ആക്ച്വലി എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദേ സ്റ്റാർട്ട് ഡൂയിങ് ദി പ്രോജക്റ്റ് അല്ലെങ്കിൽ ദേ സ്റ്റാർട്ട് ദി ഡെവലപ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. സോ ഫസ്റ്റ് ശരിക്കും എന്താ വേണ്ടത്, ഒരു റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. ബട്ട് ഇങ്ങനെയുള്ള ചില ഷോർട്ട് ടേം പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് ഡയറക്റ്റ്ലി അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒന്നും മനസ്സിലാക്കാണ്ട് തന്നെ എന്താ ചെയ്യണേ, പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, the broad spectrum of tasks and techniques that leads to an understanding of the requirement is called requirement engineering. അപ്പം ഈ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിൽ കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്, റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഡെവലപ്പേഴ്സ് ഫസ്റ്റ് അപ്പോൾ ഈ ആക്ച്വലി ഈ റിക്വയർമെൻറ്റ്സിന് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫിക്കേഷന് ഭയങ്കര ഒരു റോളുണ്ട് നമ്മളെ പ്രോജക്റ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത് അതിനെ. കാരണം അതിലെന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞാൽ ദ എൻറ്റയർ സിസ്റ്റം ഫെയിൽ ആവും അല്ലേ. അപ്പം ആ ഒരു പ്രോസസ്സ് റിക്വയർമെൻറ്റ് ടാസ്ക് എന്തൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് മനസ്സിലാക്കുന്ന ആ ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, from a software process perspective, requirement engineering is a major software engineering action that begins during the communication activity and continues into the modeling activity. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഈ ഒരു റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഫേസിലാണ് അല്ലേ. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ ഫേസിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ യൂസേഴ്സിൽ നിന്നുള്ള റിക്വയർമെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി കമ്മ്യൂണിക്കേഷൻ phase and it goes to the modeling, up to modeling phase വരെ ആയിരിക്കും ഇത് ഉണ്ടാവുക, ഈ ഒരു റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുക. Okay, and it must be adapted to the needs of the process, the project, the product and the people doing the work. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, പ്രോസസ്സ്, ഐ മീൻ the type of process, the type of project, the type of product and the type of people, അവരതായിട്ടിരിക്കും നമ്മുടെ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, and the requirement engineering builds a bridge to design and construction. നമ്മൾ ഓരോ ഫേസസ് പഠിച്ചിട്ടില്ലേ അല്ലേ. അപ്പോൾ ഈ ഡിസൈൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ്, അതിൻ്റെ ഒരു ഇത് ഫില്ല് ചെയ്യുന്നത് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ ഓക്കെ സോ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എൻകംപോസസ് 7 ഡിസ്റ്റിങ് ടാസ്ക്. ഞാൻ പറഞ്ഞില്ലേ, റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പ്രോസസ്സുകളാണ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടാസ്കുകളാണ്. അങ്ങനെ 7 ഡിഫറെൻറ്റ് ടാസ്ക്കാണ് ഇതിൽ വരുന്നത്. അതിൽ വരുന്നതാണ് റിക്വയർമെൻറ്റ് ഇൻസെപ്ഷൻ വരുന്നുണ്ട്, റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ, എലോബറേഷൻ,
negotiation, specification, വാലിഡേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള 7 ടാസ്കുകൾ കൂടിയിട്ടുള്ളതാണ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ്. ഇത് ഈ ഓർഡറിൽ തന്നെ വരണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻസെപ്ഷൻ, സെക്കൻഡ് ഈസ് എലിസിറ്റേഷൻ, തേർഡ് ഈസ് എലാബറേഷൻ, നെക്സ്റ്റ് നെഗോസിയേഷൻ, സ്പെസിഫിക്കേഷൻ, validation, and finally the last step is management. Okay, so നമുക്ക് ഇത് ഓരോന്നായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. First is the inception. How does a software project get started? Is there a single event that becomes a catalyst for a new computer-based system or product, or does the need evolve over time? There are no definitive answers to these questions. അപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ വരുമ്പം തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ? അതായത് എങ്ങനെയാണ്, ഹൗ ഡസ് എ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്, എങ്ങനെയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും കാറ്റലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ, കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇൻ സം കേസസ് എ കാഷ്വൽ കോൺവെർസേഷൻ ഇസ് ഓൾ ദാറ്റ് ഇസ് നീഡഡ് ടു precipitate a major software engineering effort. But in general, most project begins when a business need is identified or a potential new market or service is discovered. അപ്പം നോർമലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഓരോരുത്തർ നമ്മൾ കോൺവെർസേഷനിൽ നമ്മൾ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങുക. പക്ഷെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യപ്പോഴാണ് ഒരു പുതിയൊരു ബിസിനസ് കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയൊരു മാർക്കറ്റ്, അല്ലെങ്കിൽ പുതിയൊരു സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴാണ് നോർമലി എന്ത് വരുന്നത്, നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് അവിടെ ഡെവലപ്പ് ആവുന്നത് അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു എന്തെങ്കിലും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഇ കോമേഴ്സ് ഞാനൊരു ഓൺലൈനായിട്ടൊരു ബിസിനസ് നടത്തുകയെന്ന് വിചാരിക്കുക. അപ്പം അതാണ് ഞാൻ കണ്ടുപിടിച്ചൊരു പുതിയ ബിസിനസ്സാണ്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണ്, അതിന് എനിക്കൊരു ഇ കോമേഴ്സ് സൈറ്റ് വേണം അല്ലേ? അപ്പം എന്ത് ചെയ്യും, അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സൈറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ അതേപോലെ ഒരു പുതിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പുതിയൊരു സർവീസോ അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴാണ് അല്ലെങ്കിൽ ഡെവലപ്പ് ആകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമുക്കൊരു സോഫ്റ്റ്വെയർ അവിടെ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, so the stakeholders from the business community define a business case for the idea, try to identify the breadth and depth of the market, do a rough feasibility analysis and identify a working description of the project scope. അപ്പം അതായത് ആരാണോ ഈ ബിസിനസ് തുടങ്ങുന്നത് അവരാണ് ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ളൊരു ഐഡിയ അവർക്കായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആദ്യം അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് ഫീസിബിൾ ആയിരിക്കുമോ, പിന്നെ എന്തൊക്കെയാണ് അതിൽ പ്രോജക്റ്റിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ കേട്ടോ. സോ ഓൾ ഓഫ് ദിസ് ഇൻഫർമേഷൻ ഇസ് സബ്ജക്റ്റ് ടു ചേഞ്ച്, ബട്ട് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു precipitate ഡിസ്കഷൻ വിത്ത് ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അതായത് ഇപ്പോൾ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, മാർക്കറ്റിൽ ഇത് വർക്കൗട്ട് ആവുമോ, നടക്കുമോ, പിന്നെ ഇതിൻ്റെ സ്കോപ്പ് ഉണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതിനെ നമ്മൾ ഫീസിബിളാണോ, ഒരുപാട് നമ്മൾ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമോ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രോഫിറ്റ് കിട്ടുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആദ്യം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ടാണ് അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സായിട്ട്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സായിട്ട് ഷെയർ ചെയ്യുക അല്ലേ? പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർ അനലൈസ് ചെയ്ത കാര്യം അത് അങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല. ബിക്കോസ് അത് ചേഞ്ചസ് ചേഞ്ചിനനുസരിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ട് വെക്കും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് നോർമലി നടക്കുക. ഇനി നമുക്ക് ഇൻസെപ്ഷൻ എന്താണെന്ന് നോക്കാം. അറ്റ് പ്രോജക്റ്റ് ഇൻസെപ്ഷൻ യു എസ്റ്റാബ്ലിഷ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പ്രോബ്ലം. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്താ ചെയ്യുന്നത്? ഇൻസെപ്ഷൻ ഫേസിൽ എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിലെ ഏറ്റവും ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബ്ലം അല്ലെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡെവലപ്പ്. അങ്ങനെ ആ ഒരു സംഭവം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ the people who want a solution, the nature of the solution that is desired, and the effectiveness of preliminary communication and collaboration between the stakeholders and the software team. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നത്? എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രോബ്ലം എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ. രണ്ടാമത് ദ പീപ്പിൾ ഹൂ വാണ്ട് എ സൊല്യൂഷൻ. ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ, ആർക്കാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സെക്കൻഡ് വൺ. നെക്സ്റ്റ് ദ നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഇസ് ഡിസൈഡ്. എങ്ങനെയായിരിക്കണം ഇത് വേണ്ടത് അല്ലേ. ഫൈനലി ഈ പ്രോഡക്റ്റ് എങ്ങനെ വേണം അല്ലെങ്കിൽ ഫൈനലി ഈ സൈറ്റ് എങ്ങനെ വേണം, ആ സൊല്യൂഷൻ എങ്ങനെ വേണം എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്രിലിമിനറി കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദ സോഫ്റ്റ്വെയർ ടീം അല്ലേ. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഐഡിയാസൊക്കെ ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? സോഫ്റ്റ്വെയർ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. അതിൻ്റെ എഫക്റ്റീവ്നെസ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അതായത് എത്രത്തോളം എഫക്റ്റീവായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, അത്രത്തോളം നന്നായിട്ട് ആർക്ക് മനസ്സിലാവാൻ പറ്റും? നമ്മളെ സോഫ്റ്റ്വെയർ ടീമിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ആക്ച്വലി ഈ റിക്വയർമെൻറ്റ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇൻസെപ്ഷനാണ് ഫസ്റ്റ് ഫേസ്. ആൻഡ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഐഡൻറ്റിഫൈങ് ദി പ്രോബ്ലം അല്ലേ. ഐഡൻറ്റിഫൈങ് ദി പ്രോബ്ലം, ദ സൊല്യൂഷൻ ആൻഡ് ദി പീപ്പിൾ അല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിന് സൊല്യൂഷനായിട്ട് വേണ്ടത്, എന്താണ് പ്രോബ്ലം, അതൊക്കെയാണ് ഈ ഒരു ഇൻസെപ്ഷൻ ഫേസിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. അതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. സെക്കൻഡ് വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഫേസ്, ദാറ്റ് ഈസ് ദി എലിസിറ്റേഷൻ ഫേസ്. ഓക്കെ, it certainly seems simple enough. Ask the customer, the user and the others what the objectives for the system or product are, what is to be accomplished, how the system or product fit into the need of the business, and finally how the system or product is to be used on a day-to-day basis. But it isn't simple, it is very hard. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം? കസ്റ്റമേഴ്സ്, അതായത് കസ്റ്റമേഴ്സിനോടും അതുപോലെ തന്നെ യൂസേഴ്സിനോടൊക്കെ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് രണ്ടും വരാം കേട്ടോ, അതുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നത്. സിസ്റ്റത്തിൻ്റെ ആയാലും പ്രൊഡക്റ്റിൻ്റെ ആയാലും ഒക്കെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഗോൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്, അത് കണ്ടുപിടിക്കുക. ആൻഡ് ഹൗ ദി സിസ്റ്റം ഓർ പ്രോഡക്റ്റ് ഫിറ്റ് ഇൻ ടു, നിങ്ങളെ ബിസിനസ്സിൽ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഫിറ്റ് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഹൗ ദി സിസ്റ്റം വിൽ ഫിറ്റ് ഇൻ ടു ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവരൊരു പെർട്ടിക്കുലർ ബിസിനസ്സിലേക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അതെങ്ങനെയാണ് അത് യൂസ്ഫുൾ ആവുക. ഓക്കെ, ആൻഡ് ഫൈനലി ദ സിസ്റ്റം ഓർ പ്രോഡക്റ്റ് ഈസ് ടു ബി യൂസ്ഡ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. എങ്ങനെയാണ് ഈ സിസ്റ്റം ഒരു ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടീം എന്ത് ചെയ്യണം, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കണം വേണ്ടേ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് കസ്റ്റമേഴ്സായിട്ടും യൂസേഴ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതെന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ആ സോഫ്റ്റ്വെയർ ടീം അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം വേണ്ടേ. സോ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നല്ല സുഖമാണെങ്കിലും ബട്ട് ആക്ച്വലി ദിസ് ഇസ് എ വെരി ഹാർഡ് ടാസ്ക് എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ അവരുടെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് എല്ലാവരും അല്ല, ചില ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് വലിയ ഐഡിയാസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇത് കളക്ട് ചെയ്യാൻ അതിലും ഹാർഡായിട്ടുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ. So, an important part of elicitation is to establish business goals. ഈ എലിസിറ്റേഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് എന്താണ്, ബിസിനസ് ഗോൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതെന്താണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. Okay, and your job is to engage stakeholders and to encourage them to share their goals honestly. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ടീമിൻ്റെ
ഒരു ഇതെന്ന് പറഞ്ഞാൽ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൊണ്ട് എന്തൊക്കെയാണ് ഗോള് എന്നുള്ളത് അവരെ കൊണ്ട് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. എന്തൊക്കെയാണ് വേണ്ടത്, എന്താണ് എന്നുള്ളത് അവരുടെ അടുത്ത് നിന്ന് തന്നെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ അത് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ടീമിൻ്റെ ഒരു മെയിനായിട്ടുള്ള പണി. And once the goals have been captured, a prioritization mechanism should be established and a design rationale for a potential architecture can be created. അപ്പോൾ എന്താണ്, നമ്മൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് ഡാറ്റ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യും. അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. ഓക്കെ, ഈ പറഞ്ഞതിൽ നിന്ന് അത് ചിലത് ഹൈ പ്രയോറിറ്റി ഉള്ളതായിരിക്കാം, ചിലത് അത്ര പ്രയോറിറ്റി ഇല്ലാത്തതായിരിക്കാം അല്ലേ. സോ നെക്സ്റ്റ് ഈ ടീം മെമ്പേഴ്സിൻ്റെ പണി എന്താണ്, ഈ കിട്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ തന്നിട്ടുള്ള ഗോൾസിന് എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യുക, പ്രയോറിറ്റി അസൈൻ ചെയ്യുക. ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് ലെസ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രയോറിറ്റി അസൈൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഈ ഒരു ടീമിൻ്റെ പരിപാടി. അപ്പോൾ വൺസ് ഗോൾസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിന് പ്രയോറിറ്റീസ് ഒക്കെ സെറ്റ് ചെയ്യും. ഓക്കെ. Problems of scope occur when the boundary of the system is ill-defined or the customers and users specify unnecessary technical details that may confuse rather than clarify overall system objectives. അപ്പോൾ ഈ സ്കോപ്പിൽ എപ്പോഴാണ് പ്രോബ്ലം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കറക്റ്റായിട്ട് ആ സിസ്റ്റം എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെ വേണം, അങ്ങനെയുള്ള അതുപോലെ കറക്റ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കറക്റ്റായിട്ട് നമ്മുടെ ടീമിന്, ഡെവലപ്മെൻറ്റ് ടീമിന് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ പ്രോബ്ലംസ് ഓഫ് സ്കോപ്പ് എന്ന് പറയുക. അതായത് സ്കോപ്പ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റായ്മ. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, സ്കോപ്പ് എന്താണെന്ന് അറിയണം അല്ലേ. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ വി ഹാവ് ടു നോ വാട്ട് ഇസ് ദി അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി ദ സ്കോപ്പ് ഓഫ് ദി സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളത് ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ. അത് എന്താണെന്നുള്ളത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കറക്റ്റായിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് ടീമിന് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ എന്ത് വന്നു, ഈ സ്കോപ്പിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അതാണ് പറഞ്ഞിട്ടുള്ളത്. So problems of scope occurs when the boundary of the system is ill-defined or the customers and users specify unnecessary technical details. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, unnecessary technical details that may confuse rather than clarify overall system objective. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് പ്രോബ്ലംസ് ഉണ്ടാവുക. ഇനി രണ്ടാമത്, problems of understanding are encountered when customers and users are not completely sure of what is needed, have a poor understanding of the capabilities and limitations of their computing environment, don't have full understanding of the problem domain, and have trouble communicating needs, omit information that is to be believed be obvious, specify requirements that conflict with the needs of other customers and users, or specify requirements that are ambiguous or untestable. കുറച്ച് ലെങ്തി സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന്. അപ്പോൾ പ്രോബ്ലം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴാണ് വരിക, ഏതൊക്കെ കേസസിലാണ് വരിക, ദാറ്റ് ഈസ് വെൻ ദ കസ്റ്റമേഴ്സ് ആൻഡ് യൂസേഴ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഷുവർ ഓഫ് വാട്ട് ഇസ് നീഡഡ്. കസ്റ്റമേഴ്സിനും അറിയില്ല, യൂസേഴ്സിനും അറിയില്ല എന്താണ് ആക്ച്വലി അവർക്ക് വേണ്ടത്. എന്തോ ഇങ്ങനെ ഒരു സിസ്റ്റം വേണമെന്നറിയാം, ബട്ട് ആക്ച്വലി വാട്ട് ഈസ് നീഡഡ് അല്ലെങ്കിൽ വാട്ട് ആർ ദി റിക്വയർമെൻറ്റ്സ്, എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാത്തൊരു കേസ്. അതുപോലെ തന്നെ ഇഫ് ദേ ഹാവ് എ പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി capabilities ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദ കമ്പ്യൂട്ടിംഗ് എൻവയൺമെൻറ്റ്, അവരതിലത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ capabilities ഉണ്ട്, അതിലെന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ഈ സിസ്റ്റം യൂസ് ചെയ്യാൻ പോകുന്ന യൂസേഴ്സിനൊന്നും അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കേസിൽ അതുപോലെ തന്നെ ഇഫ് ദേ ഡോണ്ട് ഹാവ് എ ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പ്രോബ്ലം ഡൊമെയിൻ, എന്തൊക്കെയാണ് പ്രോബ്ലം ഡൊമെയിൻ, എന്താണ് പ്രോബ്ലം മീൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെ പ്രോബ്ലം ഡൊമെയിനെ കുറിച്ച് ഒരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാവുക. ആൻഡ് ഇഫ് ദേ ഹാവ്
ട്രബിൾ കമ്മ്യൂണിക്കേറ്റിംഗ് നീഡ്സ്, അതായത് ഈ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിന് നമ്മൾ ഡെവലപ്മെൻറ്റ് ടീമായിട്ട് കറക്റ്റായിട്ട് നീഡ്സ് എന്തൊക്കെയാണെന്നുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റായ്മ, അതുപോലെ എന്തൊക്കെയാണ് പ്രോബ്ലം ഡൊമൈൻ എന്നുള്ളത് ഫുള്ളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റായ്മ, അതുപോലെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുക, പിന്നെ ചില ഇൻഫർമേഷൻ ഒമിറ്റ് ചെയ്ത് പോവുക. അതായത് കുറേ ഇങ്ങനെ ഉണ്ടാവും, അത് വേണം ഇത് വേണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അതിൽ കുറച്ച് ഇൻഫർമേഷനൊക്കെ പറയാൻ വിട്ടുപോവുക. ഓക്കെ, അങ്ങനെയുള്ള കേസുകൾ. And if omit information that is believed to be obvious, specify requirement that conflict with the needs of the other customers and users, or specify requirement that are ambiguous and untestable. അതുപോലെ തന്നെ ആംബിഗ്യസ് ആയിട്ടുള്ള, നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, ആംബിഗിറ്റി പറഞ്ഞതല്ലേ, നമുക്കത് ഒരേ സാധനം തന്നെ പല വഴിക്ക് വരുന്നത്, അപ്പം കറക്റ്റായിട്ടൊരിത് ഉണ്ടാവില്ല. അപ്പോൾ ആംബിഗ്യസ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അൺടെസ്റ്റബിൾ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെയാണ് പറയുന്നതെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, പ്രോബ്ലംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഈ നമ്മളെ ഡെവലപ്മെൻറ്റ് ടീമിന്, അതായത് ഈവൻ കസ്റ്റമേഴ്സ് ഓർ യൂസേഴ്സിന് എന്താണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റിയാലാണ് ആർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഡെവലപ്മെൻറ്റ് ടീമിന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ആൻഡ് ഈ കസ്റ്റമേഴ്സിനും യൂസേഴ്സിനും തന്നെ കറക്റ്റായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെവലപ്പേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവർക്ക് എന്തായി, അവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥയായി. അതിന് നമ്മൾ എന്ത് പറയുക, പ്രോബ്ലം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നൊരു പ്രോബ്ലമാണ് പ്രോബ്ലംസ് ഓഫ് വോളറ്റിലിറ്റി. Problems of volatility occurs when the requirement changes over time. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് പറയും കസ്റ്റമർ അല്ലെങ്കിൽ യൂസേഴ്സ് പറയുന്നത് എനിക്കിതാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, കുറച്ച് സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ് വരും. കുറച്ച് കഴിയുമ്പോൾ പറയും, ഡെവലപ്പ് ചെയ്ത് പകുതി ആകുമ്പോൾ എനിക്കതല്ല വേണ്ടത്, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേറെ ചേഞ്ച്. അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുമ്പം അവിടെ എന്ത് വന്നു, അവിടെ വരുന്ന അങ്ങനെയുള്ള പ്രോബ്ലംസിനെയാണ് എന്ത് പറയുക, പ്രോബ്ലംസ് ഓഫ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. And to help overcome these problems, you must approach the requirement gathering activity in an organized manner. അപ്പം ഈ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ ഗ്യാദർ ചെയ്യുമ്പോൾ വരുന്ന 3 പ്രോബ്ലംസാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രോബ്ലംസ് ഓഫ് സ്കോപ്പ് വരുന്നുണ്ട്, പ്രോബ്ലംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്, ആൻഡ് പ്രോബ്ലംസ് ഓഫ് വോളറ്റിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ 3 പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം അല്ലേ. നമുക്ക് സിസ്റ്റം കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഓവർകം ഓൾ ദീസ് പ്രോബ്ലംസ്. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു ഡു അപ്രോച്ച്, അല്ലെങ്കിൽ യു മസ്റ്റ് അപ്രോച്ച് ദ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് ആക്ടിവിറ്റി ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. ഇപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത് അല്ലേ. സോ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുന്നത് ഒരു അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് മെത്തേഡ് തന്നെ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. എന്താ വരുന്നത്, റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലോബറേഷൻ. എലോബറേറ്റ് ചെയ്യുക അല്ലേ, എലോബറേറ്റ് ചെയ്യുന്നത് ബിൽഡാക്കുക. സോ ഇവിടെ എന്താ ചെയ്യണം നമുക്ക് നോക്കാം. The information obtained from the customer during inception and elicitation is expanded and refined during elaboration. അപ്പം ഈ യൂസറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസിനൊക്കെ എന്താ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ 2 സ്റ്റേജസ് പറഞ്ഞു അല്ലേ. ആ 2 സ്റ്റേജസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, യൂസറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്പാൻഡ് ചെയ്താൽ മാത്രം പോരാ, ആ എക്സ്പാൻഡ് ചെയ്തേന്ന് റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്തെടുക്കാണ് വേണ്ടത് മാത്രം അല്ലേ. സോ ഈ കിട്ടിയിട്ടുള്ള ഡാറ്റാസിന് അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ എക്സ്പാൻഡ് ചെയ്ത് അതിനെ റിഫൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലോബറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടാസ്ക് focuses on developing a refined requirement model that identifies various aspects of software functions, behaviors and information. അപ്പോൾ ഈ ടാസ്ക് എന്താ ചെയ്യുന്നത്, ഒരു നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു റിക്വയർമെൻറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫേസിൻ്റെ എന്ന് പറയുന്നത്. ഒരു കറക്റ്റായിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതിലെന്തൊക്കെ ഉണ്ടാവണം, ദാറ്റ് ഐഡൻറ്റിഫൈസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സോഫ്റ്റ്വെയർ ഫംഗ്ഷൻ, ബിഹേവിയർ ആൻഡ് ഇൻഫർമേഷൻ. സോഫ്റ്റ്വെയറിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, സോഫ്റ്റ്വെയറിന് എന്തൊക്കെ ബിഹേവിയേഴ്സ് വേണം, സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഇൻഫർമേഷനാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു റിക്വയർമെൻറ്റ് മോഡലാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുക.
Okay, so elaboration is driven by the creation and refinement of user scenarios that describe how the end users will interact with the system. അപ്പോൾ എലാബറേഷൻ എന്താ ചെയ്യുന്നത്? യൂസർ സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യുക, അതിന് അത് യൂസർ സിനാരിയോസിൻ്റെ ക്രിയേഷന് റിഫൈൻമെൻ്റ് ആണ് അല്ലേ. അവർ തന്നിട്ടുള്ള കുറേ റിക്വയർമെൻ്റ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ എലാബറേറ്റ് ചെയ്ത് അതിനെ റിഫൈൻ ചെയ്തിട്ട് അതിന് വേണ്ട സാധനങ്ങൾ മാത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ സെയിം തന്നെ. ആൻഡ് ഈച്ച് യൂസർ സിനാരിയോ ഇസ് പാസ് ടു എക്സ്ട്രാക്ട് അനാലിസിസ് ക്ലാസ്സസ് ബിസിനസ് ഡൊമൈൻ എൻറ്റിറ്റീസ് ദാറ്റ് ആർ വിസിബിൾ ടു ദി എൻഡ് യൂസേഴ്സ്. അപ്പോൾ ഈ യൂസറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ യൂസർ സിനാരിയോസ് ഉണ്ടല്ലോ, തന്നിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിന് നമ്മൾ യൂസർ സിനാരിയോസ് എന്ന് പറയുന്നത്. അതിനെന്താ ചെയ്യുന്നത്? അതിനെ പാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക പറഞ്ഞാൽ തന്നെ റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ യൂസർ സിനാരിയോസ് ഉണ്ടാവും. ഈ യൂസർ സിനാരിയോസിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുകയാണ് നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, എലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഈ ആർക്ക് മനസ്സിലായി? ഡെവലപ്മെൻറ്റ് ടീമിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, നമുക്ക് ഈ യൂസർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, കുറേ റിക്വയർമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിക്വയർമെൻറ്റ്സ്, അത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് റിക്വയർമെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് അടുത്തത് എന്താ വെച്ചാൽ ഈ തന്നിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ ലിമിറ്റഡ് ബിസിനസ് റിസോഴ്സ് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും അവർ പറയുന്നുണ്ടാവുക. നമുക്കൊരു ലിമിറ്റഡ് ബിസിനസ് റിസോഴ്സേ ഉണ്ടാവുള്ളൂ, അതിലേക്ക് എന്തൊക്കെ വേണം എന്നുള്ള കുറേ സംഭവങ്ങൾ ഈ യൂസേഴ്സ് തന്നിട്ടുണ്ടാവും. പക്ഷേ അതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം വിത്തിൻ ദ ബഡ്ജറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വിത്തിൻ ദി റിസോഴ്സസ്, ആ പെർട്ടിക്കുലർ സെറ്റ് റിസോഴ്സസിനുള്ളിൽ അല്ലെങ്കിൽ അവരെ ബഡ്ജറ്റിനുള്ളിൽ ഇത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ കിട്ടിയല്ലോ അല്ലേ, റിഫൈൻ ചെയ്തൊക്കെ എടുത്തല്ലോ. ഇനി എന്താ ചെയ്യുക? അടുത്തത് നമ്മൾ ആ കസ്റ്റമേഴ്സും ഡെവലപ്മെൻറ്റ് ടീമും തമ്മിലുള്ളൊരു നെഗോസിയേഷനാണ്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടാകാം, ചെയ്യാൻ പറ്റാത്ത റിക്വയർമെൻറ്റ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺവേ ചെയ്യും. ഓക്കെ, സോ നോക്കാം. It isn't unusual for customers and users to ask for more than can be achieved, അല്ലേ, given limited business resource. അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ റിക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക ആ ലിമിറ്റഡ് റിസോഴ്സിൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. So it's also relatively common for different customers or users to propose conflicting requirements, arguing that their version is essential for our special needs. അതുപോലെ തന്നെ കുറേ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പല കസ്റ്റമേഴ്സും പല റിക്വയർമെൻറ്റ്സും പറയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഒരാൾ പറയുന്നതിൻ്റെ ആയിരിക്കില്ല മറ്റേ ആൾ, അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് റിക്വയർമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? വി ഹാവ് ടു റീകൺസൈൽ ദീസ് കോൺഫ്ലിക്ട്സ് ത്രൂ എ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ. അപ്പോൾ ഇങ്ങനെ വരുന്ന കോൺഫ്ലിക്റ്റിംഗ് റിക്വയർമെൻറ്റ്സും അതുപോലെ നടക്കാത്ത ഒരുപാട് വരുന്ന റിക്വയർമെൻറ്റ്സും ഉണ്ടാവും അല്ലേ. മോർ ദാൻ ദി സ്കോപ്പിനേക്കാളും മുകളിൽ തരുന്ന ഒരുപാട് റിക്വയർമെൻറ്റ്സും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു ഫേസ് ചെയ്യുന്നത്. ഇതിൽ നോക്കാം, കസ്റ്റമേഴ്സ്, യൂസേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ആസ്ക്ഡ് ടു റാങ്ക് റിക്വയർമെൻറ്റ്സ് ആൻഡ് ദെൻ ഡിസ്കസ് കോൺഫ്ലിക്ട്സ് ഇൻ പ്രയോറിറ്റി. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നെഗോസിയേഷൻ ഫേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനോടും യൂസേഴ്സിനോടും ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടൊക്കെ എന്താ പറയുക, നമ്മൾ കുറേ റിക്വയർമെൻറ്റ്സ് ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഇവർ തന്ന പ്രകാരം. അപ്പോൾ എന്താ ചെയ്യുക, ഇവരോട് പറയുക ഈ റിക്വയർമെൻറ്റ്സിനെയൊക്കെ ഒന്ന് റാങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി അസൈൻ ചെയ്യാൻ ഇവരോടൊക്കെ റാങ്ക് ചെയ്യാൻ പറയും. എന്നിട്ട് അതിലുള്ള കോൺഫ്ലിക്റ്റിംഗ്, അതായത് ചില റിക്വയർമെൻറ്റ്സിന് കോൺഫ്ലിക്റ്റിംഗ് പ്രയോറിറ്റി ആയിരിക്കും കൊടുക്കേണ്ടാവുക. അതായത് ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു പെർട്ടിക്കുലർ റിക്വയർമെൻറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ ആൾ അതിന് തീരെ പ്രയോറിറ്റി കൊടുക്കാണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിംഗ് ഇത് വരുമ്പോൾ അതൊക്കെ പറഞ്ഞ് സെറ്റാക്കുക.
അതാണ് നമ്മുടെ ഈ ഒരു നെഗോസിയേഷൻ എന്ന് പറഞ്ഞ ഫേസിൽ ചെയ്യുന്നത്. സാധാരണ നെഗോസിയേഷൻ തന്നെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ച് ഒരു ഡീലിലെത്തും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നെഗോഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പല റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷനാണ്. സ്പെസിഫിക്കേഷൻ നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് ശരിക്കും വരുന്നത് കേട്ടോ. In the context of computer-based system, the term specification means different things to different people. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്തായിരിക്കും, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലേ. അങ്ങനെയല്ലേ ഉണ്ടാവുക, ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ആൻഡ് എ സ്പെസിഫിക്കേഷൻ ക്യാൻ ബി എ റിട്ടൺ ഡോക്യുമെൻറ്റ്, എ സെറ്റ് ഓഫ് ഗ്രാഫിക്കൽ മോഡൽസ്, എ ഫോർമൽ മാത്തമാറ്റിക്കൽ മോഡൽ, എ കളക്ഷൻ ഓഫ് യൂസേജ് സിനാരിയോസ്, എ പ്രോട്ടോടൈപ്പ് ഓർ എനി കോമ്പിനേഷൻ ഓഫ് ദിസ്. അപ്പം ഈ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഒന്നെങ്കിൽ എന്തായിരിക്കും ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ മോഡലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് ഈ സ്പെസിഫിക്കേഷനെ പലതരത്തിലായിരിക്കും കേട്ടോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം അത് മാത്തമാറ്റിക്കൽ മോഡലായിട്ട് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഒരു പ്രോട്ടോടൈപ്പ് ആക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടും ഈ സ്പെസിഫിക്കേഷൻ നോർമലി പ്രസൻറ്റ് ചെയ്യും. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെസിഫിക്കേഷൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ഡെവലപ്പ് ചെയ്യണം, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോമാറ്റിലായിരിക്കും നോർമലി ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവുക. സ്പെസിഫിക്കേഷനിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇത്രയും മുകളിലുള്ള ഫേസസ് എന്നെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്ന നോർമലി ഡോക്യുമെൻ്റ് ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മോഡലാവാം. ഓക്കെ. അപ്പം അങ്ങനെ ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ സ്പെസിഫിക്കേഷനിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയില്ലേ, ഒരു മോഡലോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കും. ഈ റിക്വയർമെൻറ്റ് കളക്ഷൻ്റെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു മോഡലോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാലിഡേഷനാണ്. വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വർക്ക് പ്രോഡക്റ്റ് ഇല്ലേ, വർക്ക് പ്രോഡക്റ്റ് എന്ന ഡോക്യുമെൻ്റ് ഇല്ലേ, അല്ലെങ്കിൽ സംഭവമില്ലേ സ്പെസിഫിക്കേഷൻ, ആ വർക്ക് പ്രോഡക്റ്റിന് എന്ത് ചെയ്യുക, ആ വർക്ക് പ്രോഡക്റ്റിനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വാലിഡേഷനിൽ ചെയ്യുന്നത്. അത് അതിലുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണോ, അതിൻ്റെ അസസ്മെൻറ്റ് എന്ന് പറയും. റിക്വയർമെൻറ്റ്സ് അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് വാലിഡേഷനിൽ ചെയ്യുന്നത്. The work product produced as a consequence of requirement engineering are assessed for quality during a validation step. അപ്പോൾ വാലിഡേഷൻ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ വർക്ക് പ്രോഡക്റ്റ് അത് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ വാലിഡേഷൻ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. Requirement validation examines the specification to ensure that all software requirements have been stated unambiguously, that inconsistencies, omissions and errors have been detected and corrected, and the work product conform to the standards established for the process, the project and the product. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് കേട്ടോ. റിക്വയർമെൻറ്റ് വാലിഡേഷൻ്റെ ഡെഫിനേഷൻ തന്നെ ഇതാണ്. റിക്വയർമെൻറ്റ് വാലിഡേഷനിൽ എന്താ ചെയ്യേണ്ടത്, എന്താ ചെക്ക് ചെയ്യുന്നത്, ഇറ്റ് എക്സാമിൻസ് എ സ്പെസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്നത് അല്ലേ, അതിനെയാണ് നമ്മൾ വർക്ക് പ്രോഡക്റ്റ് എന്നും പറയുന്നത്, അത് തന്നെയാണ് കേട്ടോ. സോ സ്പെസിഫിക്കേഷൻ എക്സാമിൻ ചെയ്യും, എന്നിട്ട് എന്താ ചെക്ക് ചെയ്യുന്നത്, ടു എൻഷുർ ദാറ്റ് ഓൾ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ സ്റ്റേറ്റഡ് അൺആംബിഗ്യസ്ലി. നേരത്തെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും കറക്റ്റായിട്ട് അൺആംബിഗ്യസ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. പിന്നെ ദാറ്റ് ഇൻകൺസിസ്റ്റൻസീസ്, ഒമിഷൻസ് ആൻഡ് എറേഴ്സ് ഹാവ് ബീൻ ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റഡ്. അതിലെന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് ദെൻ ദ വർക്ക് പ്രോഡക്റ്റ് കൺഫേം ടു ദി സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ഫോർ ദ പ്രോസസ്, ദ പ്രോഡക്റ്റ് ആൻഡ് ദി പ്രോജക്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ വർക്ക് പ്രോസസ്സ് നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവാം, പലർക്കും പല സ്റ്റാൻഡേർഡിലായിരിക്കും ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ വേണ്ട സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി ഇതിൽ ചെക്ക് ചെയ്യും.
അപ്പോൾ ഇതാണ് നമ്മുടെ വാലിഡേഷൻ ഫേസ്. വാലിഡേഷൻ ഫേസിൽ നമ്മൾ ആ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രോഡക്റ്റിനെയാണ് ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ദ പ്രൈമറി റിക്വയർമെൻറ്റ് വാലിഡേഷൻ മെക്കാനിസം ഇസ് ദി ടെക്നിക്കൽ റിവ്യൂ. അപ്പോൾ ഈ വാലിഡേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ടെക്നിക്കൽ റിവ്യൂ എന്ന് പറയുന്ന മെത്തേഡ്. റിവ്യൂവിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ റിവ്യൂ ടീം ദാറ്റ് വാലിഡേറ്റ്സ് റിക്വയർമെൻറ്റ്സ് ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, കസ്റ്റമേഴ്സ്, users and other stakeholders who examine the specification looking for errors in content or interpretation areas where clarification may be required, missing information, inconsistencies, and when large products or systems or conflicting requirements or unrealistic requirements. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ നേരത്തെ നമ്മൾ റിക്വയർമെൻറ്റ് വാലിഡേഷൻ ഡെഫിനിഷനിൽ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്പെസിഫിക്കേഷനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആര് ചെക്ക് ചെയ്യും, റിവ്യൂ ടീം ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെയ്യുന്നത് എന്താണ്, ടെക്നിക്കൽ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഈ ടെക്നിക്കൽ റിവ്യൂ ചെയ്യുന്നത് ഒരു ടീമായിരിക്കും, ഒരു റിവ്യൂ ടീം ഉണ്ടാവും. ഈ റിവ്യൂ ടീമാണ് ടെക്നിക്കൽ റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇവർ ഇങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടോ, ഒമിഷൻസ് ഉണ്ടോ, റിക്വയർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ, അതിൽ ആംബിഗ്യൂറ്റി ഒന്നും ഇല്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിലെ ഉള്ള ഓരോരോ കാര്യങ്ങളുമാണ് ഈ റിവ്യൂ ടീം ഇവിടെ ചെക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ബാക്കി എല്ലാം കഴിഞ്ഞ് വാലിഡേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, റിക്വയർമെൻറ്റ് മാനേജ്മെൻ്റ് ആണ്. റിക്വയർമെൻറ്റ്സ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ചേഞ്ച് ആൻഡ് ദ ഡിസയർ ടു ചേഞ്ച് റിക്വയർമെൻറ്റ്സ് പേഴ്സസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ സിസ്റ്റം. അല്ലേ, നമുക്കറിയാം, നമുക്ക് എല്ലാത്തിനും ചേഞ്ച് എപ്പോഴും വന്നുകൊണ്ടിരിക്കും അല്ലേ. ഒരു സാധനം എന്തല്ല, കൺസിസ്റ്റൻ്റ് അല്ല, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ ഇങ്ങനെ റിക്വയർമെൻറ്റ് എന്തായിരിക്കും, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, ആൻഡ് റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് ഇസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ദ പ്രോജക്റ്റ് ടീം ഐഡൻറ്റിഫൈ, കൺട്രോൾ ആൻഡ് ട്രാക്ക് requirements and changes to requirement at any time as the project proceeds. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്, റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പ്രോജക്റ്റ് ടീമിന് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഇപ്പം ഒരാൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് യൂസർ പറയുന്നത് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനൊരു സംഭവം കൂടി ഇതിൽ ആഡ് ചെയ്യണം, നമുക്ക് ഡെവലപ്മെൻറ്റ് ടീമിന് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ, ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അവർ പറഞ്ഞ അതും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് വരുമ്പം ആ ചേഞ്ചസിനെ മാനേജ് ചെയ്യാനും അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് എന്തിലുണ്ടാവുക, റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7 സ്റ്റെപ്സ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ 7 ഫേസസ് അല്ലെങ്കിൽ 7 സ്റ്റെപ്സാണിത്. ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം, ഓർഡർ മാറാൻ പാടില്ല. കാരണം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, 1 by 1 ആയിട്ടാണ്, ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നോക്കാം, നമ്മൾ 7 സ്റ്റേജസ് ആയിരുന്നു, 7 ഫേസ് ഇതാണ് വരുന്നത്. ഇൻസെപ്ഷൻ ഫേസ്, എലിസിറ്റേഷൻ, എലോബറേഷൻ, നെഗോസിയേഷൻ, സ്പെസിഫിക്കേഷൻ, വാലിഡേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഇതാണ് നമ്മുടെ 7 സ്റ്റേജസ് ഓഫ് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.